കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് MSF സഭയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ വ്യാകുല മാതാവ് എന്നുള്ള വിശേഷണം മാത്രമല്ല, മദർ ഓഫ് കമ്പാഷൻ എന്നൊരു വിശേഷണവും പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥയായി എടുത്തിരിക്കുന്ന വിശേഷണം മദർ ഓഫ് കമ്പാഷൻ എന്നാണ്. അനുകമ്പ, കമ്പാഷൻ. അതിൻ്റെ അർത്ഥം കൂടെ നിന്ന് സഹിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ 7 വ്യാകുലങ്ങൾ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ കൂടെ നിന്ന് സഹിച്ചതാണ്, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി സഹിച്ചതാണ്. നമുക്കറിയാം, നമ്മൾ ആരുടെയും വേദനകളെ, സഹനങ്ങളെ അത്ര കണ്ട് ആഘോഷിക്കാറില്ല, അല്ലേ? നമുക്ക് ഒരു ഏറ്റവും അടുത്ത ബന്ധങ്ങളിലോ സൗഹൃദങ്ങളിലൊക്കെ വേദനകളുണ്ടാകുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് വേദനയുണ്ടാകും, നമുക്ക് സങ്കടം ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ, വേദനകളെ, സഹനങ്ങളെയൊക്കെ സഭ ആഘോഷിക്കുകയാണ്. നമ്മൾ പറയില്ലേ, എന്തൊരു ചെയ്യുന്നതെന്ന് ചോദിക്കല്ലേ. ഇതെന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ സഭ ആഘോഷിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹനങ്ങളെ നമുക്ക് ആഘോഷിക്കാനുള്ള കാരണമായിട്ട് മാറും. പരിശുദ്ധ അമ്മ യേശുവിനെ പ്രതിയും യേശുവിന് വേണ്ടിയുമാണ് തൻ്റെ സഹനങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള സഹനങ്ങളാണ് പിൽക്കാലത്ത് ആഘോഷങ്ങളായിട്ട് മാറുന്നത്. സഭയിൽ അനേകം രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വ ദിനം, മരണദിനം ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. അനേകം രക്തസാക്ഷികളുടെ, വിശുദ്ധരുടെയും മരണദിനമാണ് ആഘോഷിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ യേശുവിനെ പ്രതി യേശുവിന് വേണ്ടി സഹിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ സഹനങ്ങൾ ആഘോഷത്തിൻ്റെ കാരണമായിട്ട് മാറിയത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെ ആഘോഷമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈശോയോട് ചേർത്ത് വെച്ച് യേശുവിനെ പ്രതി അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ. അതിന് തയ്യാറാകാതെ വരുമ്പോഴാണ് ഈ സഹനങ്ങൾ കഠിനമായിട്ട് അനുഭവിക്കുന്നതും ഈ സഹനങ്ങൾ അതീവ ദുഃഖത്തിലേക്കും സങ്കടത്തിലേക്കും നിരാശകളിലേക്കും മനോഭാരത്തിലേക്കൊക്കെ നമ്മളെ തള്ളിയിടുന്നത്. നമ്മുടെ സഹനങ്ങളെ ആഘോഷങ്ങളാക്കി യേശുവിനോട് ചേർന്ന് സഹിക്കാൻ മറന്നു പോകുമ്പോൾ, പറ്റാതെ പോകുമ്പോൾ അത് കഠിനമായ വേദനകളായിട്ട് ജീവിതത്തിൽ നിന്ന് അവശേഷിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ സഭ ആഘോഷിക്കുന്നത്, നമ്മൾ ആഘോഷിക്കുന്നതിന് കാരണം അമ്മ ഈശോയോട് ചേർന്ന് യേശുവിനെ പ്രതി സഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എത്രമാത്രം സഹനങ്ങൾ ഓരോ ദിവസം നമ്മൾ എടുക്കുന്നുണ്ട്, എന്തോരം സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ സഹനങ്ങളൊക്കെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കാനും യേശുവിനെ പ്രതി സഹിക്കാനൊക്കെ തയ്യാറായാൽ തന്നെ എത്രമാത്രം ഒരു ആത്മീയ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അതിനേക്കാൾ ഉപരി ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകുന്ന അനുഭവങ്ങളുണ്ടാവും. ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പരിശുദ്ധ അമ്മയുടെ ഒരു വ്യാകുലമാണ്. 7 വ്യാകുലങ്ങളിൽ ഒരു വ്യാകുലമാണ് അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച്, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയ്ക്ക് യേശു കടന്നു പോകുന്ന സഹനങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ സഹനത്തിൻ്റെ കാഠിന്യം ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഈശോ സഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ
പരിശുദ്ധ അമ്മ ചെയ്തതന്നെ കഠിനമായ സഹനങ്ങളുടെ അനുഭവങ്ങളുടെ കടന്നു പോകുന്ന ഒരുവന്റെ കൂടെ അമ്മ നിന്നു. അതുകൊണ്ടാണ് കമ്പാഷനേറ്റ് മദർ എന്ന് കൂടെ നിന്ന് സഹിച്ചവളാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ സഹനം അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ സഹനങ്ങളിൽ അമ്മയ്ക്ക് യേശുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചില ജീവിതങ്ങൾ കടന്നു പോകുന്ന സഹനങ്ങളെയും വേദനകളെയും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില വേദനകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇവരുടെ വേദനകളിലും ഇവരുടെ സങ്കടങ്ങളിലും ഇവരുടെ സഹനങ്ങളിലും നമുക്കവിടെ കൂടെ നിൽക്കാൻ പറ്റും, അവരെ ചേർത്ത് പിടിക്കാൻ പറ്റും. അവരുടെ വേദനകളിൽ അവരുടെ കൂടെ നിന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റും. മദർ തെരേസ കൽക്കട്ട തെരുവീഥുകളിലൂടെ കടന്നുപോയപ്പോൾ ഒരു സ്ത്രീ മരണതുല്യമായ അനുഭവത്തിലൂടെ വഴിയരികിൽ കിടക്കുന്ന സമയത്ത് അമ്മ ഇവളെ എടുത്ത് ഭവനങ്ങളിൽ കൊണ്ടുപോയി ആശ്ലേഷിക്കുകയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഈ സ്ത്രീ പറഞ്ഞെന്നാണെന്നറിയാമോ? ഈ അമ്മയിൽ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ എന്നിതുപോലെ ചേർത്ത് പിടിക്കുന്നതെന്ന്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ചേർത്ത് പിടിക്കുന്നതെന്ന്. അപ്പൊ ചേർത്ത് പിടിക്കുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പേരുടെ സഹനങ്ങളെ പൂർണ്ണമായും എടുത്തു മാറ്റാൻ നമുക്ക് പ്രായോഗികമായി പറ്റാതെ പോകുമ്പോഴും അവരുടെ സഹനങ്ങളിൽ പങ്കുകാരാകാൻ, അവരുടെ കൂടെ നിന്ന് സഹിക്കുവാൻ ഒരു കമ്പാഷനേറ്റ് ഹാർട്ട്, അനുകമ്പയുള്ള ഹൃദയത്തോടെ അവരെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതാണ് ശരിക്കും തിരുനാളിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ഉദാത്തമായ മാതൃക. പല കുടുംബങ്ങളിലും ഒത്തിരി പേര് വേദനയിലും കണ്ണുനീരിലൊക്കെ കഴിയുന്നതിന് കാരണം എന്താണെന്നറിയോ? കൂടെയുള്ളവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒന്നും ചേർത്ത് പിടിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. അല്ലേ? വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവണമെന്നില്ല, വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പണ്ട് ഇവിടെ വൃദ്ധമന്ദിരത്തിലുണ്ടായിരുന്ന ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മച്ചിയുടെ ഏറ്റവും വലിയ വേദന എന്തായിരുന്നു അറിയാവോ? സ്വന്തം മകൻ ഒരിക്കലും ആ അമ്മയെ ചേർത്ത് പിടിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഉപേക്ഷിച്ചത് പോട്ടെ, ഇന്ന് വരെ എൻ്റെ മകൻ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു അപ്പൻ്റെ ഒരു അമ്മയുടെയൊക്കെ ചിലപ്പോൾ വേദനയും ഭാരവും എന്നൊക്കെ പറയുന്നത് ഒന്ന് ചേർത്ത് പിടിക്കുന്നതാകാം, ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതാകാം, അവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാകാം. അവരുടെ പ്രായാധിക്യത്തിലും അവരുടെ വേദനകളിലും അവരുടെ സങ്കടങ്ങളിലും സങ്കീർണമായ വാർദ്ധക്യത്തിൻ്റെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, കൂടെ നിൽക്കുന്നത് പോലും അത് ഒരു സുവിശേഷത്തിൻ്റെ അനുകമ്പയാണ്. അത് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ട് നിൽക്കുന്ന അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശോ കുരിശ് കിടന്ന് അമ്മയ്ക്ക് എന്ത്? പക്ഷെ അമ്മ കൂടെ നിന്ന് യേശുവിനോടൊപ്പം അമ്മ സഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മയുടെ വ്യാകുലങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് നമ്മുടെ വ്യാകുലങ്ങളെയും നമ്മുടെ സഹനങ്ങളെയും ഒക്കെ രക്ഷാകരമാക്കാനും ആഘോഷമാക്കി മാറ്റാനും യേശുവിനെ പ്രതിയും യേശുവിനോടൊപ്പം സഹിച്ച് നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനും പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.